ഞാൻ തോൽവി എന്നല്ലേ തുടങ്ങുന്നത്. ഞാൻ ഒരുപാട് തോറ്റിട്ടുണ്ട്, അപ്പോൾ ഞാൻ അങ്ങനെ തളർന്നിട്ടില്ല. കയ്യെത്താ ദൂരത്ത് എന്ന സിനിമയിലൂടെ ഫാസിൽ അവതരിപ്പിച്ച പുതുമുഖ നടനാണ് ഫഹദ് ഫാസിൽ. ഫഫ എന്ന് നമ്മളെല്ലാവരും ആവേശത്തോടു കൂടി വിളിക്കുന്ന നമ്മുടെ സ്വന്തം ഫഹദ് ഫാസിൽ. കയ്യെത്താ ദൂരത്ത് എന്ന സിനിമയിൽ അടിപതറിക്കൊണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ തുടക്കം. എങ്കിൽ ഇന്ന് ആവേശത്തിലെത്തി നിൽക്കുമ്പോൾ മലയാളികൾ എന്നും നെഞ്ചോട് ചേർക്കുന്ന ഒരു പേരാണ് ഫഹദ് ഫാസിൽ, അല്ലെങ്കിൽ നമ്മുടെ എല്ലാവരെയും സ്വന്തം ഫഫ. അദ്ദേഹത്തിന്റെ ഒരു പേര് കൊണ്ട് മാത്രം സിനിമ കാണാൻ കയറുന്നവർ ഒത്തിരിയാണ്. എന്തായാലും ഫഫ എന്ന് പറയുന്ന നമ്മുടെ സ്വന്തം ഫഹദ് ഫാസിലിന്റെ കരിയർ ഗ്രാഫ് കയ്യെത്താ ദൂരത്തിൽ നിന്നും എല്ലാവരുടെയും പഴികളും തെറികളും കേട്ട് തനിക്ക് അഭിനയിക്കാൻ അറിയില്ല എന്ന് എഴുതി തള്ളിയവരുടെ മുന്നിൽ ഓരോ ദിവസവും മലയാളികളെ ഞെട്ടിച്ചുകൊണ്ടിരിക്കുകയാണ് ഫഹദ് ഫാസിൽ എന്ന് പറഞ്ഞ മികച്ച നടൻ. ഹോളിവുഡ് താരങ്ങളുടെ അഭിനയ ശൈലി പോലും വളരെയധികം മിതത്വത്തോടുകൂടി വളരെ റിയലിസ്റ്റിക് ആയിട്ട് അഭിനയിച്ച് ഫലിപ്പിക്കുന്ന ഒരു രീതിയാണ് ഫഹദ് ഫാസിൽ എന്ന നടന് ഉള്ളത്. എന്തായാലും ഫഹദ് ഫാസിൽ എന്ന നടൻ അദ്ദേഹത്തിന്റെ കയ്യെത്താ ദൂരത്തിൽ നിന്നും ആവേശത്തിലെത്തി നിൽക്കുമ്പോൾ ദിനം പ്രതി അദ്ദേഹം ഞെട്ടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ഓരോ മലയാളികളും മാത്രമല്ല, ഇന്ത്യയിലെ ഓരോ പൗരന്മാരെയുമാണ്. അത്രയ്ക്ക് മികച്ച ഒരു നടനായി മാറിക്കഴിഞ്ഞു ഫഹദ് ഫാസിൽ. അദ്ദേഹത്തിന്റെ പേര് കൊണ്ട് മാത്രം സിനിമ കാണാൻ കയറുന്നവർ ഒത്തിരിയാണ്. മലയാളി ജനങ്ങളെ എങ്ങനെയാണ് കയ്യിലെടുക്കേണ്ടതെന്ന് വ്യക്തമായിട്ടുള്ള ധാരണയുള്ള ഒരു നടനായി മാറിക്കഴിഞ്ഞു നമ്മുടെ ഫഹദ് ഫാസിൽ. ഫഹദ് ഫാസിലിന്റെ സൈക്കോ കലർന്നുള്ള അഭിനയവും ഫഹദ് ഫാസിലിന്റെ ആവേശം നിറഞ്ഞ അഭിനയവും ഗ്രാമീണത നിറഞ്ഞ അഭിനയവും എല്ലാ മലയാളികൾക്കും മനസ്സിലായി കഴിഞ്ഞു. ഇദ്ദേഹം മികച്ചൊരു നടനാണ്, ഇദ്ദേഹത്തിന് എല്ലാത്തരം കഥാപാത്രങ്ങളും വഴങ്ങുമെന്നുള്ളതിൽ. അതിന് ഒത്തിരി ഉദാഹരണമാണ് ആവേശം എന്നുള്ള സിനിമയിൽ അദ്ദേഹം അഴിഞ്ഞാടിയിരിക്കുകയാണ്. അതെന്തായാലും നമുക്ക് എല്ലാവർക്കും അറിയാം. അദ്ദേഹത്തിന് അതിൽ മറച്ചു വയ്ക്കാൻ സാധിക്കില്ല. കുറച്ച് തമിഴ് തെലുങ്ക് സിനിമകൾക്ക് ശേഷമാണ് ഫഹദ് ഫാസിൽ മലയാളത്തിൽ ആവേശം എന്ന സിനിമയിൽ അഭിനയിക്കുന്നത്. ജിത്തു മാധവൻ എന്ന് പറയുന്ന രോമാഞ്ചൻ ഡയറക്ട് ചെയ്ത സംവിധായകനാണ് ഈ സിനിമയും സംവിധാനം ചെയ്തിരിക്കുന്നത്. വളരെ മികവുറ്റ ഒരു സംവിധാന ശൈലിയാണ് അദ്ദേഹം രൂപപ്പെടുത്തി എടുത്തിരിക്കുന്നത്. അത് നമുക്ക് രോമാഞ്ചം എന്ന സിനിമയിൽ അദ്ദേഹത്തിന്റെ ക്രാഫ്റ്റ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതാണ്. എന്തായാലും ആവേശം എന്ന സിനിമയിൽ ഫഹദ് ഫാസിലിനെ കയറൂരി വിട്ടിരിക്കുകയാണ് ജിത്തു മാധവൻ എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. അത്രയ്ക്കും വളരെ മനോഹരമായിട്ടുള്ള ഒരു സിനിമ തന്നെയാണ് ആവേശം. അദ്ദേഹത്തിന്റെ ഓരോ സീക്വൻസുകളും എടുത്തു നോക്കിക്കഴിഞ്ഞാൽ വളരെ വ്യക്തമായിട്ടുള്ള ഒരു അഭിനയ ശൈലി ആ ഓരോ സീക്വൻസിലും കാണാൻ കഴിയും. അത്രയും മനോഹരമായിട്ട് പഠിച്ച് ചെയ്തിരിക്കുകയാണ് നമ്മുടെ ഫഹദ് ഫാസിൽ. എല്ലാ മലയാളികളുടെ മനസ്സിൽ എന്നും നിറഞ്ഞാടുകയാണ് ഫഹദ് ഫാസിൽ എന്ന് പറയുന്ന നടൻ. ഈ ഫഹദ് ഫാസിലിന്റെ കഴിവുകൾ നമ്മൾ ഇന്ന് മലയാളത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒരു കാര്യമല്ലാതായി മാറി. അദ്ദേഹം തെലുങ്കിലും തമിഴിലും വളരെയധികം ബ്രില്യൻ്റ് ആയിട്ട് അഭിനയിച്ച് അവിടെയുള്ള ജനങ്ങളെയും ഞെട്ടിപ്പിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് ഇന്ന് ഫഹദ് ഫാസിലിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അത് കൊച്ചു കേരളത്തിൽ അല്ലെങ്കിൽ കൊച്ചു മലയാള സിനിമ ഇൻഡസ്ട്രിയിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒരു നടനായിട്ട് മാത്രമല്ല, ഇന്ത്യ തന്നെ അറിയപ്പെടുന്ന, നേരെ മറിച്ച് ഹോളിവുഡിൽ തന്നെ പേര് ചിലപ്പോൾ വന്നേക്കാവുന്ന ഒരു നടൻ എന്നുള്ള പ്രകൃതിയും കൂടെ അദ്ദേഹത്തിനുണ്ട്. എന്തായാലും ഫഹദ് ഫാസിൽ എന്നുള്ള നടന്റെ ഓരോ ദിവസത്തെയും പ്രകടനം വളരെ മികവുറ്റതാണ്. അത് കാണാൻ വേണ്ടി ആവേശത്തോടു കൂടിയാണ് ആളുകൾ തിയേറ്ററിലേക്ക് എത്തുന്നത്. എന്തായാലും അദ്ദേഹത്തിന്റെ ആവേശ സിനിമ വൻപൻ വിജയമായി കഴിഞ്ഞു. അതിൽ യാതൊരു തർക്കവുമില്ല. അതിനെക്കുറിച്ച് നമ്മൾ എടുത്തു പറയേണ്ട കാര്യവുമില്ല. അതിൽ വളരെ മനോഹരമായിട്ട് 3 ചെറുപ്പക്കാർ അഭിനയിച്ചിട്ടുണ്ട്. ടീമിന് വളരെയധികം ആശംസകൾ നേരുന്നു. കൂടുതലൊന്നും പറയാനില്ല. കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ ആവേശം ഇറങ്ങി 3-4 ആഴ്ചയായി. എന്തായാലും ആവേശത്തിനെ കുറിച്ചല്ല ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. അദ്ദേഹത്തിന്റെ ഒരു ഇന്റർവ്യൂ കണ്ടപ്പോൾ ഇങ്ങനെ പറയണമെന്ന് തോന്നി. തുടക്കം പതറിപ്പോയെങ്കിലും അദ്ദേഹം തളർന്നിട്ടില്ല. അങ്ങനെ തുടക്കം പതറിപ്പോയാൽ തളരാതിരുന്നാൽ നിങ്ങൾക്ക് നാളെ ഒരു വിജയമുണ്ടെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ആ വിജയം സുനിശ്ചിതമാണ്. അതിനൊരു ഉത്തമ ഉദാഹരണമാണ് ഫഹദ് ഫാസിൽ എന്ന് പറയുന്ന നടൻ. അദ്ദേഹത്തിനെ കണ്ടുപഠിക്കൂ. ജനങ്ങൾ ഏറ്റു പറയുകയാണ്, നിങ്ങളാണ് നടൻ. താങ്ക് യു വെരി മച്ച്. കാളിതൻ കാലിൽ തങ്കമ്മേ നീ അടങ്ങ്, കാളിയല്ലേ ഗുണപ്പെണ്ണാള്.